പോകാം. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം തള്ളിയതിനെതിരെ മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര AS, ചന്ദൂർക്കർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്ന് മീനാക്ഷി നടരാജൻ ആവശ്യപ്പെട്ടതോടെയാണ് ഇന്ന് പരിഗണിക്കാനായി കോടതി തീരുമാനിച്ചത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം അത് കോടതി മാനിക്കുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, അമൽ. ഏറെ നിർണായകവും ഒപ്പം തന്നെ സങ്കീർണവുമായ ഒരു കേസാണ് ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ സമർപ്പിച്ച ഹർജി, അതാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുന്നത്. അത് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് പരിഗണിക്കാൻ മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം ഇന്ന് ആകുമ്പോഴേക്കും മധ്യപ്രദേശിലെ 3 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ, BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കേസിനെ ഏറെ നിർണായകമായി മാറ്റുന്നതും. ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂക്കർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഈ വിഷയത്തിൽ തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ തീരുമാനം അത് നിയമവിരുദ്ധമാണ് എന്നാണ് മീനാക്ഷി നടരാജനും കോൺഗ്രസും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ മാത്രമാണ് ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടത് കേസിന്റെ വിശദാംശങ്ങളായി. എന്നാൽ ഈ വിഷയത്തിൽ തെലങ്കാനയിൽ ഉള്ള കേസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രാഥമിക അന്വേഷണം നടന്നു വരിക മാത്രമാണ് എന്നുള്ളതാണ്. ഈ ചട്ടമാണ് മുൻകാലങ്ങളിലെല്ലാം തന്നെ പിന്തുടരുന്നത് എന്നും, എന്നാൽ ഇത്തരത്തിൽ ഈ കേസിന്റെ വിശദാംശങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചില്ല എന്നതിന്റെ പേരിൽ മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്, നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നിർണായകമായി മാറും. നിലവിൽ തന്നെ BJPയുടെ 3 സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഈ സമയപരിധി അവസാനിക്കുന്ന ഘട്ടത്തിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനെ തുടർന്നാണ് BJPയുടെ 3 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ വിഷയത്തിൽ എന്തായിരിക്കും തുടർ നടപടി എന്നുള്ളതും ഏറെ നിർണായകമായി മാറും. എന്തായാലും ഇന്ന് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ക്രിസ്റ്റീന, അമൽ. അതെ, എന്തായാലും ഈ വിഷയത്തിൽ എന്തായിരിക്കും കോടതി പറയുന്നത് എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.